ആദർശ് മുറിയിലിരുന്ന് ഓഫീസ് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങോട്ടേക്ക് നയന വരുന്നുണ്ട്. എന്നിട്ട് നയന വന്നിട്ട് പറയാണ്, അല്ലേലും അങ്ങനെ ഈ ആണുങ്ങളെല്ലാവരും ശരിക്കും ഈഗോ പിടിച്ചവരാ എന്നൊക്കെ പറയുന്നുണ്ട്. നീ എന്തായി പറയുന്നത്? ഒരു ബന്ധവും ഇല്ലാതെ വന്നിട്ട് ഓരോന്നും പറഞ്ഞ് എന്നെ ഡിസ്റ്റർബ് ചെയ്യണ്ട. നിനക്ക് വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ കയറി കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്ന് പറയാണ്. ഓ, എൻ്റെ കയ്യിൽ നെയിൽ പോളിഷ് ഇട്ടിട്ട് എത്ര ദിവസമായെന്ന് ചോദിക്കുന്നുണ്ട്. നിനക്കെന്താ ഇവിടെ അതിനുപോലെ സമയമില്ലേ? നെയിൽ പോളിഷ് ഇട്ടൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, സാധാരണ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് ഭർത്താക്കന്മാരെ നെയിൽ പോളിഷൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയാണ്, ഓഹോ, അപ്പോൾ നിൻ്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ആഗ്രഹങ്ങളുണ്ടല്ലേ? അപ്പോൾ നയന ചോദിക്കുകയാണ്, ഇങ്ങനെയൊക്കെ ആഗ്രഹങ്ങളില്ലാത്ത പെൺകുട്ടികൾ ഈ ലോകത്തുണ്ടോ ആദർശേട്ടാ എന്ന് ചോദിക്കുകയാണ്. എന്തായാലും ഞാനിതുവരെ ആർക്കും നെയിൽ പോളിഷ് ഇട്ട് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് നെയിൽ പോളിഷ് ഇടാൻ അറിയത്തുമില്ല. നീ ദയവ് ചെയ്ത് അതും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടൊക്കെ വരണ്ട എന്ന് പറയുന്നുണ്ട്. ആ, അല്ലേലും അങ്ങനെ എനിക്ക് ആദർശേട്ടൻ്റെ സ്നേഹമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാനൊന്ന് കളിയാക്കുന്നുണ്ട്. ഈ സമയത്ത് ആദർശ് ലാപ്ടോപ്പ് അടച്ചു വെച്ചിട്ട് എന്നെ അപ്പം ജോലിയെ സമ്മതിക്കില്ല എന്ന് ഉറപ്പിച്ചിറങ്ങിയേക്കാണല്ലേ എന്ന് പറയുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞ ഡിസൈൻ്റെ കാര്യം എന്തായി? നയന പറയാണ്, ആ ഡിസൈനൊക്കെ ഞാൻ പിന്നെ വരയ്ക്കാം, എനിക്കിപ്പോൾ അതിനൊന്നൊരു മൂഡില്ല എന്ന് പറയുന്നുണ്ട്. എന്താ മൂഡില്ലെന്നോ? നാളെ കൊടുക്കേണ്ട ഡിസൈനാ, അത് വരയ്ക്കാതിരുന്ന എന്താ ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ആദർശേട്ടന് ഞാൻ ജോലി എന്തെങ്കിലും കാര്യമുണ്ടല്ലേ? ആദർശേട്ടൻ പറഞ്ഞ എല്ലാ കാര്യം ഞാൻ അനുസരിക്കണം. ഞാൻ പറഞ്ഞത് ചെറിയ കാര്യമാണ് പോലും ആദർശേട്ടന് അതൊന്നും കേൾക്കാൻ കഴിയില്ല അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഓഹോ, അപ്പം നീ പകരം ചെയ്യാണല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും, ഞാൻ പകരം ചെയ്തൊന്നുമല്ല, എൻ്റെ മനസ്സിൽ എൻ്റെ ഭർത്താവ് നെയിൽ പോളിഷ് ഇട്ട് തരണമെന്നുണ്ട്. ആ ആഗ്രഹം സാധിച്ചെന്നാൽ നാളെ രാവിലെ ആദർശേട്ടൻ പോകുന്നതിന് മുമ്പ് തന്നെ ഡിസൈൻ റെഡി ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് പറയാണ്, അല്ലെങ്കിൽ നീ ഡിസൈൻ വരയ്ക്കില്ല എന്ന് ചോദിക്കുമ്പം എന്താണ് ഞാൻ ഡിസൈൻ വരയ്ക്കില്ല എന്ന് പറയാണ്. അപ്പോൾ ആദർശ് മനസ്സിലാലേക്കാണ്, ഓ, ആ ക്ലയൻസിനാണെങ്കിൽ ഇവരുടെ ഡിസൈൻ തന്നെ വീണുകയും ചെയ്യണം, എന്നാ ഞാൻ ചെയ്യുന്നേ, എന്തായാലും നെയിൽ പോളിഷ് ഇട്ട് കൊടുത്തേക്കാന്ന് പറയുന്നുണ്ട്. ആദർശ് പറയാണ്, ആ ഡിസൈന് വേണ്ടിയൊന്നും അല്ല, നീ പറഞ്ഞതല്ലേ ഒരാഗ്രഹം അങ്ങ് സാധിച്ചേക്കാന്ന് കരുതിയിട്ടാ നെയിൽ പോളിഷ് എടുത്തോണ്ട് വാന്നും പറഞ്ഞിട്ട് നയനെ പറഞ്ഞു വിടുന്നുണ്ട്. നയന പെട്ടെന്ന് തന്നെ നെയിൽ പോളിഷ് എടുത്തോണ്ട് ആദർശിനടുത്തേക്ക് വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശ് നയനയുടെ കൈ പിടിച്ചിട്ട് ആ നെയിൽ പോളിഷൊക്കെ ഇങ്ങനെ അവളുടെ കയ്യിൽ ഇട്ട് കൊടുക്കുകയാണ്. രണ്ട് കൈയിലും നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ രണ്ട് കാലിലും നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം അതിങ്ങനെ ആദർശ് തന്നെ ഇങ്ങനെ ഊതി ഉണക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ കാലിലിങ്ങനെ ആദർശ് ഊതുമ്പോൾ തന്നെ നയനയ്ക്ക് വല്ലാത്തൊരു ഫീൽ തോന്നുന്നുണ്ട്. അതിനുശേഷം അവനിങ്ങനെ കയ്യിൽ വന്നിട്ട് ഊതി അത് ഇങ്ങനെ ഉണക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴേക്കും നയനിങ്ങനെ കണ്ണടച്ച് അതിങ്ങനെ ഫീൽ ചെയ്തിരിക്കുകയാണ്. ഇട്ട് കഴിഞ്ഞു, ഇനിയിപ്പോൾ പോയി വരയ്ക്കുക എന്നും പറഞ്ഞിട്ട് ആദർശിനെ പറയുമ്പോഴേക്കും നയനിങ്ങനെ കണ്ണടച്ച് അത് ഫീൽ ചെയ്തിരിക്കുന്നത് കാണുന്നുണ്ട്. അങ്ങനെ ആദർശിനും അത് കാണുമ്പോൾ വല്ലാത്തൊരു ഫീലിങ്സ് തോന്നുന്നുണ്ട്. നയന എന്ന് വിളിക്കുമ്പോഴേക്കും നയനിന് കണ്ണു തുറക്കാണ്. ഒന്നുമില്ല ആദർശേട്ടാ, അത് ഉണങ്ങട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് നയന അടുത്ത് ഇങ്ങനെ ചെല്ലാണ്. നയന ഇങ്ങനെ കണ്ണടച്ചിരിക്കാന്നല്ലോ, അത് കാണുമ്പോൾ ആദർശിനും എന്തോ പോലെ ഒരു ഫീലിങ്സ് തോന്നുന്നുണ്ട്. കണ്ണടച്ച് ആദർശിന് നയനയുടെ അടുത്തേക്ക് ഇങ്ങനെ ചെന്നിട്ട് ഇങ്ങനെ നയയുടെ കണ്ണിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ പരസ്പരം രണ്ടുപേരും നോക്കിയിരിക്കുന്നുണ്ട്. അങ്ങനെ ആദർശ് നയയുടെ കയ്യിലിങ്ങനെ പിടിക്കുകയാണ്. അപ്പോഴേക്കും നയയുടെ ക്യൂടെക്സ് ഒക്കെ പോകുന്നുണ്ട് കേട്ടോ, ആദർശിൻ്റെ കയ്യിലേക്കൊക്കെ ആവുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ആദർശ് മനസ്സിലാക്കുന്നില്ല. അങ്ങനെ ആദർശ് നയന അടുത്തേക്ക് എന്നിട്ട് നയനയുടെ കവിളിലായിട്ട് ഉമ്മ കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും പരസ്പരം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. പെട്ടെന്നാണ് ആദർശ് ഇങ്ങനെ ഒന്ന് റിയലൈസ് ചെയ്യുന്നത്. പെട്ടെന്ന് ആദർശമായിട്ട്, അല്ല ഡിസൈൻ്റെ കാര്യം എന്തായി, നീ പോയി ഡിസൈൻ വരച്ച് എന്നൊക്കെ പറയുന്നുണ്ട്. ഡിസൈനൊക്കെ ഞാൻ ഓൾറെഡി തന്നെ വരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ആദർശമായിട്ട് നെയിൽ പോളിഷ് ഇട്ട് തരാൻ വേണ്ടി ഞാനൊരു കള്ളം പറഞ്ഞല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നോക്കുമ്പോഴേക്കും നയനയുടെ കൈ നിറച്ചും നെയിൽ പോളിഷ് ഇങ്ങനെ പരന്നിരിക്കുകയായിരിക്കും. ആദർശിൻ്റെ കയ്യിൽ നിറയെ നെയിൽ പോളിഷ് ആയിരിക്കും കേട്ടോ. ഇനി ഇതിപ്പോൾ എങ്ങനെ കളയാമെന്ന് ചോദിക്കുമ്പോഴേക്കും അതൊക്കെ ഞാൻ മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ട് ആ നെയിൽ പോളിഷ് റിമൂവർ കൊണ്ട് ആദർശിൻ്റെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൈയൊക്കെ കഴുകിയിട്ട് വന്നിരുന്നിട്ട് ആദർശ് വീണ്ടും നയനയുടെ കയ്യിൽ ഇങ്ങനെ ആ നെയിൽ പോളിഷൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയന എന്നിട്ട് ആദർശ് പറയാണ്, ഇനിയിപ്പോൾ ഞാൻ ഊരി തരുന്നൊന്നും ഇല്ല, നീ മര്യാദ കഴിച്ച് പോയേ എന്നും പറഞ്ഞിട്ട് ആദർശ് അവളെ ഇങ്ങനെ പറഞ്ഞിടുകയാണ്. അങ്ങനെ നയന ഇങ്ങനെ മാറിയിടപ്പ് ഇരിക്കുന്നുണ്ട്. അവനെ നോക്കി ചിരിച്ചുകൊണ്ട് ആദർശപ്പം അവൻ്റെ ചിരി അടക്കി പിടിച്ചുകൊണ്ട് കമ്പ്യൂട്ടറിൽ ലാപ്ടോപ്പിൽ നിന്ന് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ നെയിൽ പോളിഷൊക്കെ ഉണങ്ങിയതിന് ശേഷം നയന ആദർശിനടുത്തേക്ക് വന്നിങ്ങനെ കിടക്കുന്നുണ്ട്. അങ്ങനെ ആദർശ് ലാപ്ടോപ്പിൽ വീണ്ടും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നയന പറയുന്നുണ്ട്, ആദർശ ചേട്ടാ സമയം 10 മണി കഴിഞ്ഞിട്ടുണ്ട്, ഇനിയും ഉറങ്ങിയില്ലെങ്കിൽ ആദർശിൻ്റെ ആരോഗ്യമായിരിക്കും ഇതാകാൻ പോകുന്നത്, പകലൊക്കെ വർക്ക് ചെയ്യല്ലേ, രാത്രി വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ പിന്നെ ഇത്ര ഹെവി ലോഡൊക്കെ നീ വന്നേക്കും ഒന്നും ചോദിക്കുന്നുണ്ട്. വേണമെങ്കിൽ ഞാൻ സഹായിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പെയ്ഡ് വർക്കായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്, ഇതുപോലുള്ള ജോലികളൊക്കെ എനിക്കും അറിയാം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. ഓഹോ, എങ്കിൽ ഇതൊക്കെ ഒന്ന് ടാലിയാക്കി കാണിച്ചെന്ന് പറയാണ്.
അങ്ങനെ ആദർശേട്ടൻ മത്സരം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം തന്നെ ടാലിയാക്കി കാണിക്കാമെന്നും പറഞ്ഞിട്ട് ആദർശ് ഒരു മണിക്കൂർ കൊണ്ട് അവൻ്റെ അക്കൗണ്ട്സൊക്കെ ടാലിയാക്കാൻ ശ്രമിക്കായിരുന്നു. അപ്പോൾ അത് നയന എടുക്കുകയാണ്. നയന എടുത്തിട്ട് വെറും 10 മിനിറ്റ് കൊണ്ട് ആ അക്കൗണ്ട്സൊക്കെ ടാലിയാക്കി ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ആദർശം ഞെട്ടിപ്പോകുന്നു കേട്ടോ. നയൻ്റെ ഈ കഴിവ് കണ്ടിട്ട്. അല്ല, അക്കൗണ്ടൻ്റ് ഇല്ല ആദർശേട്ടാ അവിടെ ചോദിക്കുമ്പം അക്കൗണ്ടൻസൊക്കെ ഒരുപാടുണ്ട്. പക്ഷേങ്കിൽ നമ്മുടെ കണക്കുകൾ നമ്മൾ തന്നെ വേണം നോക്കാൻ. അപ്പോഴേ നമുക്കൊരു സാറ്റിസ്ഫിക്കേഷൻ ആകത്തുള്ളൂ. അവരുടെ ഭാഗത്ത് വല്ല കള്ളത്തിലുണ്ടെങ്കിലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതെന്തായാലും നല്ല കാര്യം തന്നെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അല്ല, ഈ വർക്കിന് എത്ര രൂപ വേണമെന്ന് ആദർശ് ചോദിക്കുമ്പം എനിക്ക് ഈ വർക്കിന് പൈസ ഒന്നും വേണ്ടെന്ന് നയന പറയുന്നുണ്ട് കേട്ടോ. അല്ല, എല്ലാവർക്കും നീ ക്യാഷിനല്ലേ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പം അതൊക്കെ അന്നത്തെ എൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ ചെയ്തതാ. ഒരുപാട് ഡിസൈന് ഒരുപാട് കമ്പനിക്ക് വേണ്ടി ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, നിങ്ങളുടെ ഇവിടുത്തെ അനിയത്തി ഉണ്ടല്ലോ, അവൾ തന്നെ വന്ന് അവളുടെ ഒരു പിയുടെ കയ്യിൽ കൊടുത്തു വിട്ട് എത്ര തവണ എന്നെക്കൊണ്ട് ഡിസൈൻ വരപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയാണ്, ശരിയാ, നിന്റെ ഡിസൈൻ പോലെ തന്നെ എനിക്ക് തോന്നി, പലതവണ അവൾ ഡിസൈനും കൊണ്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഓഹോ, അപ്പം അവളും കള്ളത്തിലൊക്കെ ചെയ്തല്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ല, ഞങ്ങൾ മാത്രമല്ല കള്ളത്തരം ചെയ്യാമെന്ന് നിങ്ങൾ പറയുന്നത്, നിങ്ങളുടെ കുടുംബത്തിലുള്ള ആരും കള്ളത്തരം ചെയ്യാറില്ലെന്നല്ലേ പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി നീ പാതയെ പിടിച്ച് കയറണ്ട, മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങാൻ നോക്കുമെന്നും പറഞ്ഞിട്ട് ആദർശോടെ കിടക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ലാപ്ടോപ്പൊക്കെ ഓഫാക്കി വെച്ചിട്ട് ആദർശം കിടക്കുകയാണ്. നയന പറയാണ്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു ദിവസമായെന്ന് പറയുമ്പം എന്താ ഇത്രയെല്ലാം സ്പെഷ്യലും ചോദിക്കുകയാണ്. അല്ല, എൻ്റെ ഭർത്താവ് ആദ്യമായിട്ട് എൻ്റെ കയ്യിലെ ക്യൂടെക്സ് ഇട്ടുന്ന ദിവസമല്ലേ, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്ന് നയന പറയുന്നുണ്ട്. ആദർശ് പറയാണ്, ഒരുപാടങ്ങ് സന്തോഷിക്കൊന്നും വേണ്ട, ഒരു നെയിൽ പോളിഷ് അല്ലേന്ന് ചോദിക്കുമ്പം ഒരു നെയിൽ പോളിഷ് ആണെങ്കിലും ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു കൊടുക്കുമ്പം ഓരോ ഭാര്യമാർക്കും അതൊക്കെ വീണ് കിട്ടുന്ന വലിയൊരു നിധി തന്നെയാണ്. എനിക്കും അത് അങ്ങനെ തന്നെയാണ്. എനിക്ക് ഒരുപാട് സന്തോഷമായി. ആദർശേട്ടൻ ഇതൊക്കെ ചെയ്തു തരുമ്പം എന്നുള്ള സ്നേഹം ആദർശൻ്റെ മനസ്സിലുണ്ടെന്നുള്ളത് എനിക്ക് ഉറപ്പിക്കാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കിത് ഒരുപാട് സന്തോഷമായി എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആദർശം അപ്പം പതിയൊന്ന് ചിരിക്കുന്നുണ്ട്. നയനയാണെങ്കിൽ ആ വിരലിലേക്ക് ഇങ്ങനെ നോക്കിക്കിടക്കാണ്. എന്നിട്ട് ആദർശ് ചോദിക്കുകയാണ്, അല്ല, നീ ഈ ഒരു കളർ നെയിൽ പോളിഷ് മാത്രം ഇടാറുള്ളല്ലോ, വേറൊന്നും ഇല്ലെന്ന് ചോദിക്കുകയാണ്. വീട്ടിലുണ്ടായിരുന്നു, ഞാൻ പിന്നെ അങ്ങനെ വല്ലപ്പോഴൊക്കെ നെയിൽ പോളിഷൊക്കെ ഇടാറുള്ളൂ, അതിനുള്ള സമയമൊന്നും കിട്ടാറില്ല. ഇവിടെ വന്നതിന് ശേഷം അങ്ങനെയുള്ള സാധനങ്ങളൊന്നും മേടിച്ചിട്ടൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഇവിടെ ഉള്ളത് കൊണ്ടൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ്. ചിലതൊക്കെ ജാനകി ചെറിയുമ്പോൾ തന്നതൊക്കെയാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് മനസ്സിൽ കരുതുകയാണ്, ഇവളങ്ങനെ ഒരു സാധനങ്ങളും മേടിച്ചിട്ടില്ല, ഇവൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിച്ചു കൊടുക്കണം എന്നൊക്കെ ആദർശ് ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട്. ഇനി ഇതും അവൾ പ്രണയമാക്കുമോ എന്നിങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ട് ആദർശ് അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശിനെ കുറേ നേരം നയനെ ഇങ്ങനെ നോക്കി കിടക്കുന്നുണ്ട്. എന്നിട്ട് നയനെ ഉറങ്ങുന്നുണ്ട്. എല്ലാ ദിവസവും തന്നെ നമ്മുടെ ചാനലിലൂടെ ഡെയിലി എപ്പിസോഡ്സും വരാനിരിക്കുന്ന എപ്പിസോഡ്സും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മിസ് ആവാതിരിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.